മുത്ത ആശിക എടാ അയില കൂട്ടി വായിലൊക്കെ പുണ്ണ് വന്നേന് മുത്ത. അന്റെ അടുത്ത് എന്ത് പരിഹാരം ഉണ്ടാ? എന്ത് പച്ച അയില പരിഹാരം പറയും. 2 കിലോ എടുക്കോ? 2 കിലോ ഒക്കെ എടുക്കാം. എന്നെ പറ്റിക്കിലോ ഉറപ്പാണ്. ഇല്ല ഇല്ല 2 കിലോ എടുക്കാം. ഓക്കെ ഉറപ്പ്. അപ്പൊ ആദ്യം നമ്മളെ ചാനലുകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ ഒന്ന് അടിച്ചായിട്ട് പൊട്ടിക്കുക. മുത്ത് നമ്മളോട് മിക്ക ആളുകളും പറയും ഡിജി ചോദിച്ച മാതിരി അയില കഴിച്ചിട്ട് വായിൽ പുണ്ണ് വരുന്നുണ്ട്, അതുപോലെ എന്താ പറയാ വായിൽ മുറി ഒക്കെ ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അയിലയില് TMA എന്ന് പറഞ്ഞൊരു ഘടകം അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു നമ്മളെ വായിൽ എന്ത് ചെയ്യുക മുറി ഉണ്ടാവുന്നതും വയറ്റിൻ്റെ അകത്ത് പുണ്ണുണ്ടാവുന്നതൊക്കെ ഈ TMA എന്ന് പറഞ്ഞൊരു ഘടകം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിന് ഒരു ചെറിയ ഒരു നേരിയ തോതിൽ നമുക്ക് നേരിയ തോതിൽ കേട്ടോ, മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ല, നേരിയ തോതിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാനും ഒരു പരിഹാരം കാണാൻ നമ്മൾ ഈ വിനെഗരി ചേർത്തിട്ടുള്ള സലാഡുകൾ കഴിക്കുക. നമ്മൾ എന്ന് വെച്ചാൽ അയില കറി വെച്ചിട്ടായാലും പൊരിച്ചിട്ടായാലും കഴിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം വിനെഗരി ഉപയോഗിച്ചിട്ടുള്ള സലാഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു വിധം ഇതിനെ ചുരുക്കാൻ കഴിയുന്നതാണ്. മുഴുവനായിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു വിധമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഏറെക്കുറെ ചില ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സുർക്ക സലാഡ് നമ്മൾ കക്കരിക്ക് ഇതൊക്കെ കൊത്തിക്കടഞ്ഞിട്ട് നമ്മളുടെ സലാഡ് ഉണ്ടാക്കണേ, ആ സലാഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു വിധം അതിനെ തരണം ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്താലും കോൾഗേറ്റോ അല്ല ക്ലോസപ്പ് ഒക്കെ ഇട്ടിട്ട് ബ്രഷ് ചെയ്താലും ഒരുവിധം എന്ത് ചെയ്യാൻ വേണ്ടി ഇതിനെ ചെറുക്കാൻ കഴിയും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അയില ഈ പൊതുവെ ചില ശരീരങ്ങൾക്ക് അലർജി സൃഷ്ടിക്കുന്ന സംഗതിയാണ്. ചില ആളുകൾക്ക് അയില കഴിച്ചു കഴിഞ്ഞാൽ ഛർദി വയറ്റുനോക്ക് എന്താ പറയുക, എത്ര ഫ്രഷ് മീൻ കൊടുത്താലും പറയും എന്ത് ഛർദിയാണ് വയറ്റുനോക്കാണ് എന്നൊക്കെ പറയും. അത് ചില ആളുകൾക്ക് ചില എന്താ പറയുക ഈ അയിലയിൽ അടങ്ങിയിട്ടുള്ള ഘടകം പറ്റൂല. കാരണം മെർക്കുറി അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ഈ അയില. മെർക്കുറി എന്ന് പറഞ്ഞാൽ പോയ്സൺ ആണ്, അത് ചില ശരീരത്തിന് പറ്റൂല. അപ്പൊ ചില ആളുകൾ പറയലെന്താ എന്താ നമ്മളോട് അത് നിങ്ങൾ ചീഞ്ഞ മീൻ കൊടുത്താണ് എന്നൊക്കെ പറയും. അപ്പോഴും അവരെ ശരീരത്തിന്റെ കംപ്ലൈന്റ് അവർ പറയൂല. അപ്പോൾ അവർ പറയലെന്താ നിങ്ങൾ മരുന്നടിച്ചു കൊടുത്താണ് അല്ലെങ്കിൽ ചീഞ്ഞ മീൻ കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നേ പറയുള്ളൂ. അപ്പൊ എന്താ പറയാ, ഇതുകൊണ്ടാണ് ഈ അയിലയിൽ മെർക്കുറി എന്ന് പറഞ്ഞ അംശം കൂടുതലുള്ളതുകൊണ്ടാണ് ശരീരത്തിന് അലർജി സൃഷ്ടിക്കുന്നത് ചില ആളുകൾക്ക് കേട്ടോ അയിലന്റെ. പിന്നെ ഈ ഒരു വായിലുള്ള പുണ്ണ് അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ TMA എന്ന് പറഞ്ഞ ഒരു ഘടകം ഇതിലുള്ളത് കൊണ്ടാണ്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി, കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യാ ഈ സലാഡ് ഒന്ന് കഴിച്ചു നോക്കി, മനസ്സിലായി? ഈ വിനെഗരി ചേർത്ത സലാഡ്. ഓക്കെ, അപ്പൊ എന്താ പറയാ ഏറെക്കുറെ ഇപ്പൊ നമുക്ക് ഇതാണ്. ഇനിയോ അയിലനെ കുറിച്ച് പറയാനുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പൊ നമ്മളെ ചാനൽ മറക്കാതെ എല്ലാവരും എന്ത് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ അടിച്ചായിട്ട് പൊട്ടിക്കുക. പുതുപുത്തൻ ഐഡിയാസുകളൊക്കെ നമ്മളെ ചാനലിലൂടെ വരുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും എത്തിക്കും. നമുക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾക്ക് പങ്കുവെക്കും. ഓക്കെ.